ഒരിക്കലും ആറ്റിങ്ങലിലുള്ള ഞാൻ കോട്ടയത്ത് വന്ന് താമസമാക്കുമെന്നും അവിടെ ഒരു സ്ഥാപനം തുടങ്ങുമെന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. കഴിഞ്ഞ 12 കൊല്ലമായി ഏട്ടൻ കോട്ടയത്താണ് ജോലി ചെയ്തിരുന്നത്. കോവിഡ് വന്ന് നാട്ടിലെ ക്ലാസ്സൊക്കെ മുടങ്ങി. ഇനി എന്ത് എന്ന ക്വസ്റ്റ്യൻ മാർക്കുമായിട്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ വിളിച്ചിട്ട് പറയുന്നത് അവിടുത്തെ എല്ലാം ഇട്ടിട്ട് കോട്ടയത്തേക്ക് പോരാൻ. അപ്പോഴും ഒന്ന് എന്നോട് പറഞ്ഞിരുന്നു, ക്ലാസ്സും താമസവും കൂടി പറ്റുന്ന ഒരു വീടെടുക്കാം, അല്ലാതെ സ്ഥാപനത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട എന്ന്. ടൗൺ ആയതുകൊണ്ട് തന്നെ കടമുറികൾക്കൊക്കെ നല്ല റെൻറ്റും ഡെപ്പോസിറ്റും കൊടുക്കേണ്ടി വരും. വീട്ടിലെങ്കിൽ വീട്ടിലെന്ന് കരുതി ഒരു ചെറിയ ബോർഡും വീടിന് മുമ്പിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരു പരസ്യം അന്ന് കൊടുത്തില്ലായിരുന്നു. വീടിന് തൊട്ടടുത്തുള്ള 6 കുട്ടികൾ ജോയിൻ ചെയ്തു. അവരെയും കൊണ്ട് ഏകദേശം 1 കൊല്ലത്തോളം ഞാൻ ക്ലാസ് എടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരാൾ വരികയും ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്തിനാ ഇങ്ങനെ ഒതുങ്ങിക്കൂടണതെന്നൊക്കെ ചോദിച്ചു. എൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊരു സ്ഥാപനം ചിന്തിക്കാൻ കൂടി പറ്റില്ലായിരുന്നു. ഒരു സ്പേസ് നോക്കൂ, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞു. വെറും വാക്കാണ് പറഞ്ഞതെന്ന് കരുതി. പക്ഷേ എൻ്റെ ഒപ്പം സാമ്പത്തികമായും മാനസികമായും സപ്പോർട്ട് ചെയ്തു. ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആ വാക്കുകൾ. വീട്ടിൽ വന്നിരുന്ന 6 കുട്ടികളെയും കൊണ്ട് ഞാൻ ഭാവാഞ്ജലി എന്ന സ്ഥാപനം കൊപ്രത്തമ്പലത്തിനടുത്ത് തുടങ്ങി. ആകെ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വാടക കൊടുക്കേണ്ട കാശ് കടം വാങ്ങേണ്ടി വരരുതേ ഭഗവാനെ എന്ന്. ഇന്ന് ഭാവാഞ്ജലിക്ക് 3-ാം പിറന്നാൾ. അഭിമാനത്തോടെ ഏറെ സന്തോഷത്തോടെ എനിക്ക് പറയാം, ഭാവാഞ്ജലിയിലെ ഭവ്യ ടീച്ചർ എന്ന്. ഒരുവിധ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന സ്ത്രീജനങ്ങൾ ഇന്ന് ഭാവാഞ്ജലിയിലുണ്ട്. അങ്ങ് അമേരിക്കയിൽ നിന്ന് വരെ ഭാവാഞ്ജലിയിൽ ഓൺലൈൻ ക്ലാസ്സിനുമുണ്ട്. ഓൺലൈൻകാരെ വിസ്മരിക്കാൻ പാടില്ലല്ലോ. അവരുടെയൊക്കെ ഭവ്യ ടീച്ചറായി ഈ യാത്ര തുടരുന്നു.